യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി. ആദ്യം നിയമപുസ്തകങ്ങളിലെ ചില സംശയങ്ങൾ തുടങ്ങിയ ബന്ധം പതിയെ ദൃഢമായിട്ടുള്ള പ്രണയത്തിലേക്ക് വഴിമാറി. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ. വീട്ടില് പ്രായമായിട്ടുള്ളൊരു അച്ഛനുണ്ടെന്നുള്ളതല്ലാതെ അവളെക്കുറിച്ച് ഏറെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്വേഷിക്കണമെന്ന് തോന്നിയതുമില്ല അന്ന്. എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത് അറിയാതെയാണ് വീട്ടിൽ എനിക്കൊരു വിവാഹാലോചന നടന്നത്. അച്ഛനെ ധിക്കരിച്ചൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു എനിക്ക്. എങ്കിലും എനിക്കൊരാളെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അരുണിമയുടെ അമ്മയും എൻ്റെ അച്ഛനും കൂടിയും വിവാഹാലോചനയുമായിട്ട് മുമ്പോട്ട് പോയി. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചു. പക്ഷേ എന്നെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് അഞ്ജന ഞാനുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അച്ഛൻ കാരണമാണതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ കാണാനും സംസാരിക്കാനും കുറെ ശ്രമിച്ചു മോളെ. കോഴ്സ് കഴിഞ്ഞ് എന്നോട് പോലും പറയാതെ അവൾ പോയി. പതിയെ പതിയെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അരുണിമയെ കല്യാണം കഴിച്ചു. ഒരു തെറ്റെനിക്ക് പറ്റി. അഞ്ജനയെ പറ്റി ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് ഞാൻ പതിയെ പുതിയ ജീവിതമായിട്ട് അഡ്ജസ്റ്റായി. ആദ്യത്തെ 3-4 വർഷം ഞാനും അരുണിമയും കൂടെ കേരളത്തിന് വെളിയിലായിരുന്നു. വക്കീൽ പ്രാക്ടീസ് നിർത്തി ഞാൻ അച്ഛൻ്റെ ബിസിനസ് നോക്കി ജീവിച്ചു. അവളെ നീ ജനിച്ചു 3 വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഹേമേന്ദ്രനെ ആദ്യമായിട്ട് കാണുന്നത്. അഞ്ജന അയാളുടെ സഹോദരിയാണെന്നും അവൾ എന്നിൽ നിന്ന് പ്രഗ്നന്റ് ആയിരുന്നെന്നും അയാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്.